സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണെന്ന് ചാനലിലൂടെ പുറത്തുവിടുന്നത്. 50ഓളം പേർ മരിച്ചു, 200 പേരെ കാണാനില്ല, 2 CSF ജവാന്മാർക്കടക്കം ജീവഹാനി. വലിയ ദുരന്തമാണ് കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിനിടയാക്കിയ കാരണങ്ങൾ നമ്മൾ കണ്ട് കാശ്മീർ വാർത്തയായതാണ്. ഇപ്പോഴത്തെ വാർത്ത വന്നിരിക്കുന്നത് മേഘവിസ്ഫോടനമെന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി നിരവധി ആളുകൾ മരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാവുകയും ചെയ്തത്. ഹിമാലയൻ മലനിരകളിലും കാശ്മീരൻ താഴ്വരകളിലും മലനിരകളിലുമെല്ലാം വലിയ തോതിലാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വെള്ളപ്പൊക്കത്തിലുമൊക്കെ നിരവധി ആളുകളാണ് മരിച്ചുപോയത്. 33 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. 46 പേരുണ്ട് മരിച്ചു എന്ന് പറയുന്നു. 200ഓളം പേരെ കാണുവാനില്ല. ഹിമാചൽ പ്രദേശിലും വലിയ മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു ദുരന്തം രാജ്യം കേൾക്കേണ്ടി വന്നത്. ദുരന്തത്തിൽ അഗാധമായി ദുഃഖിക്കുന്നു. സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യമായ സേനകളെ അയച്ചിട്ടുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സംവിധാനങ്ങളും NDF-ഉം എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ജീവൻ പോയത് ജീവൻ തന്നെയാണ്. ഏകദേശം ചദോസി മേഖലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇന്നലെയാണ് ഇത് സംഭവിച്ചത്. അവിടെ പൂർണ്ണമായും ആ പ്രദേശം ഒലിച്ചുപോയി എന്നാണ് അറിയപ്പെടുന്നത്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ. ദുർഘടമായ കാരണം മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കറണ്ട് പോകും, ടെലിഫോണിക് സംവിധാനം ഇല്ലാതാകും, മൊബൈൽ സംവിധാനം ഇല്ലാതാകും, മൊബൈൽ ജാമാവും. അതുപോലെ തന്നെ ചാർജ് ഇല്ലാത്ത മൊബൈലുകൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ റോഡ് ഗതാഗതം ഇല്ലാതാവും, ടെലിഫോണിക് കണക്ഷൻ ഇല്ലാതാവും, വാർത്താവിനിമയ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നൊന്നായി ഇല്ലാതാവുന്നതാണ് പ്രളയത്തിൻ്റെ ബാക്കി പത്രം. അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ആളുകൾ കുരുങ്ങിപ്പോയാൽ അവരെ രക്ഷിക്കുവാൻ ഒരുപക്ഷെ ജീവനുണ്ടെങ്കിൽ പോലും അവരെ രക്ഷിക്കുവാൻ കഴിയാത്ത നിലയിൽ അവരവിടെ കുടുങ്ങിക്കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഉരുൾപൊട്ടലും പ്രളയവും മേഘവിസ്ഫോടനവും ഒക്കെ വരുന്നത്. അപ്പോൾ വലിയൊരു ദുരന്തമാണ് രാജ്യത്തിൽ സംഭവിച്ചത്. സമുദ്രത്തിൽ നിന്ന് ഏകദേശം 9500 അടി ഉയരത്തിലാണ് പസോദി എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ താഴ്വര പോലുമല്ല, അത്രയും ഉയരത്തിൽ 9000 അടി ഉയരത്തിൽ കിടക്കുന്ന സ്ഥലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി അമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും ഫോണിൽ വിളിച്ച് സ്ഥിതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഹിമാചൽ പ്രദേശിലടക്കം വലിയ പ്രളയമാണ് സംഭവിച്ചിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ വല്ലാത്ത ദുരന്തവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന വലിയൊരു സാധ്യതയും വലിയ പ്രശ്നവുമായി സൃഷ്ടിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആഗോളതാപനത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയ രൂപത്തിൽ കടലിൻ്റെ നിരപ്പ് ഉയരുന്നതും മലകളിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും രാജ്യത്ത് വലിയ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉത്തരകാശിയിൽ ഇത് കേട്ടു, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ വീണ്ടും കാശ്മീരിൽ ഇത് കേൾക്കുന്നു, ഹിമാചൽ പ്രദേശിൽ കേൾക്കുന്നു. നമ്മുടെ കേരളത്തിൽ പിന്നെ കളമശ്ശേരിയിൽ വരെ, അതായത് എറണാകുളത്തിൽ ജില്ലയിലെ കളമശ്ശേരിയിൽ വരെ നമ്മൾ മേഘവിസ്ഫോടനം കേൾക്കുകയും കാണുകയും, അത് ചെറുതായിരുന്നെങ്കിലും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തവരാണ്. കേരളത്തിലും അതുപോലെ തന്നെ ഹിൽ പ്രദേശങ്ങളിലാണ്, ഹിമാലയൻ ഹിൽ പ്രദേശങ്ങളിലാണ്, മലനിരകളിലാണ് കൂടുതലായി മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി ചെറുതായി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കടലിൽ നിന്ന് നീരാവിയായി മേൽപോട്ട് പോകുന്ന വെള്ളം നീരാവിയായി മേൽപോട്ട് പോയാൽ അത് അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടി നിന്നിട്ട് അതിനുശേഷം അവിടെ നിന്ന് തണുത്തുറഞ്ഞ് മലകളുടെയും മരങ്ങളുടെയൊക്കെ ഉയർന്ന മരങ്ങളുടെയൊക്കെ സഹായത്താൽ തണുത്തുറഞ്ഞ് മഴയായി നമുക്ക് ലഭിക്കണം. അതൊരു 8-10 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ട്രോപ്പോസ്ഫിയറും കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിലേക്കും ഒക്കെ വെള്ളം ഈ നീരാവി കയറുകയും ഏകദേശം 15 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പെട്ടെന്ന് തണുക്കാനുള്ള ശ്രമം കാണിക്കുകയും അവിടെയുള്ള ചൂടുള്ള വായു അതിനെ താഴേക്ക് വിടാതിരിക്കുകയും ഭൂഗുരുത്വാകർഷണ ബലം താഴേക്ക് വലിക്കുകയും ചെയ്യുമ്പോൾ ഇവയുടെ ബലാബലത്തിൽ ഭൂഗുരുത്വാകർഷണത്തിൻ്റെയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചൂടുള്ള വായുവിൻ്റെ ബലാബലത്തിൽ വ്യത്യാസം വരുമ്പോൾ വളരെ വേഗത്തിൽ തണുക്കുകയും പെട്ടെന്ന് ഒന്നിച്ച് മേഘങ്ങൾ വളരെ ഒറ്റക്കട്ട പോലെ ഐസ് കട്ടകൾ വാരിയിട്ടതുപോലെ ആലിപ്പഴം പോലെ ഐസ് കട്ടകൾ പോലെ ഒന്നിച്ച് താഴേക്ക് വരും. അപ്പോൾ മഴ ഒന്നിച്ച് വരുന്നതിന് വേണമെങ്കിൽ നമുക്ക് പറയാം, പ്രളയം വരുന്നത് പോലെ ഒന്നിച്ച് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വരും. അങ്ങനെ വരുന്നതിനെയൊക്കെ നമുക്ക് മേഘത്തിൻ്റെ വിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റിംഗ് എന്നൊക്കെ പറയാം. ഇത് ഒരു ഫിനോമിനയാണ്. കുമുലോ നിംബസ് ക്ലൗഡുകളുടെ മേഘങ്ങളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഒരുതരം ഭൗമശാസ്ത്രപരമായ ഘടകം കൂടിയാണ്. ഇത് നമുക്ക് അങ്ങനെ കയറി നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ പോലും
ഇതിൻ്റെ കാര്യകാരണങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇനി കാലാവസ്ഥ അറിഞ്ഞുകൊണ്ടേ, മഴ അറിഞ്ഞുകൊണ്ടേ, മേഘവിസ്ഫോടനങ്ങളെയും പ്രളയത്തെയും ഉരുൾപൊട്ടലിനെയും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജനതയായി മാത്രമേ നമുക്ക് ഇതിൽ നിന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശാസ്ത്ര ഗവേഷണ പഠനങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും ബഹുജന വിദ്യാഭ്യാസവും നമ്മുടെ രാജ്യത്തും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.